ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ ഈ ടെസ്റ്റിൻ്റെ ആദ്യത്തെ ദിവസത്തെ റിവ്യൂ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ 2 ദിവസത്തെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് സീമേഴ്സിന് അനുകൂലമാവാൻ സാധ്യതയുള്ള പിച്ചാണ്. നമ്മൾ ഇതിനു മുൻപ് നടന്ന മത്സരങ്ങളുടെ ഒരു കണക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. കാരണം ഇവിടെ ലാസ്റ്റ് നടന്ന മത്സരങ്ങളിൽ വീണ 150 വിക്കറ്റുകളിൽ 131 വിക്കറ്റും പേസ് ബോളേഴ്സിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാമ്പിൾ സൈസ് എടുത്താൽ തന്നെ ഈ ഒരു പിച്ച് ലൈവ്ലി ആയിരിക്കും. അതുപോലെ തന്നെ സ്പിൻ ബോളേഴ്സിനെ അപേക്ഷിച്ച് ഫാസ്റ്റ് ബോളേഴ്സിനായിരിക്കും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ 2 ദിവസത്തെ ഒരു മത്സരത്തിൻ്റെ ഒരു പോക്കൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം ശരിയാണെന്ന് ബോധ്യമാവും. 2 ദിവസങ്ങളിലായിട്ട് ഇതേവരെ ഈ മത്സരത്തിൽ വീണത് 20 വിക്കറ്റുകളാണ്. ആ 20 വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുള്ളത് ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. ഇപ്പോൾ സ്പിൻ ബോളേഴ്സിനെതിരെ ഒരു വിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, പിന്നെ ഉള്ളത് ഒരെണ്ണം ശുഭ്മാൻ ഗില്ലിന്റെ റണ്ണൌട്ടാണ്. പിന്നെ ക്രിസ് വോക്സിന് ബാറ്റ് ചെയ്യാനാവാതെ പോയി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിന്റെ ഇതുവരെയുള്ള ഒരു വിക്കറ്റ് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസിൽ തന്നെ ഏറ്റവും ലൈവ്ലിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രീനസ്റ്റ് ഓഫ് സർഫസ് ആണ് നമ്മൾ ഓവലിൽ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ടീം വീണ്ടും ഒരു ഡിഫെൻസീവ് ആയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇംഗ്ലണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 4 സീമേഴ്സുമായിട്ടാണ് അവർ ഇറങ്ങിയത്. ഇപ്പോൾ ക്രിസ് വോക്സിന് പരിക്ക് പറ്റി, ഇപ്പോൾ ബാക്കി 3 അവരുടെ ടീമിലുള്ളൂ. അതേസമയം ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് 3 പേസ് ബോളേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെയും ബാറ്റിങ്ങിന് ഡെപ്ത് നൽകാനായിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഷദീപ് ഈ മത്സരം കളിക്കണമായിരുന്നു. പരിക്ക് ഭേദമായിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അർഷദീപിനെ പോലെ പന്ത് സ്വിങ് ചെയ്യിക്കാൻ കഴിവുള്ള ഒരു ബോളറിന് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരു പിച്ചായിരുന്നു ഓവലിലേത്. ഇപ്പോൾ കുൽദീപിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഒരു സർഫസിൽ കുൽദീപിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അർഷദീപിന്റെ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുറച്ച് ബാഫ്ലിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഇൻ കേസ് പറയാം, ഇപ്പോൾ ഇനി നമ്മുടെ അർഷദീപിനെ എവിടെ ഇറക്കും എന്ന് ചോദിക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സുന്ദറിനെയും ജഡേജയും ടീമിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അവരെ അങ്ങനെ ബോളേഴ്സായിട്ട് ചിന്തിക്കേണ്ട. അപ്പോൾ കഴിഞ്ഞ കളി നല്ല സോളിഡ് ബാറ്റേഴ്സിന്റെ പെർഫോമൻസ് ആണ് ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചത്. അപ്പോൾ ഇവരെ ഒരു പ്രോപ്പർ ബാറ്റേഴ്സ് ആയിട്ട് തന്നെ നോക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സായിയോ കരുൺ നായരോ ഇവരിൽ ഒരാൾ മാത്രമായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടൊരു പ്ലേയിങ് ഇതിലുണ്ടായിരുന്നത്. പകരം അർഷദീപ് കൂടെ വന്നിട്ട് പ്രോപ്പർ ഒരു ബോളിംഗ് അറ്റാക്ക് ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ വീണ്ടും ഒരു ഡിഫൻസ് റൂട്ട് തിരഞ്ഞെടുത്തു. എന്തായാലും അതൊരു പ്രശ്നമാവില്ല. അതായത് ഒരു സീമറിനെ എന്തായാലും ഇന്ത്യക്ക് ആ ഒരു അഭാവം, ഒരു 4 സീമറുടെ അഭാവം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ സ്കോറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്നിങ്സിൽ ഇന്ത്യ 224 പുറത്താവുകയാണ് ചെയ്തത്. ഇവിടെ യശസ്വി ഉള്ള ഒരു തവണ കൂടി നിരാശപ്പെടുത്തി. സായി സുദർശൻ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ഒരു പ്രതീക്ഷിച്ചൊരു പ്ലേയിങ് ഇലവനിൽ സായിയോ അല്ലെങ്കിൽ കരുൺ നായരോ ഒരാളെ കാണുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇവർ രണ്ടുപേരും ഈ ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ നന്നായിട്ട് കളിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ഇപ്പോൾ സായി സുദർശൻ 38 റൺസ് എടുത്തു, കരുൺ നായരാണ് ടോപ്പ് സ്കോർ 57. ഇന്ത്യയുടെ അവസാന വിക്കറ്റുകൾ വളരെ പെട്ടെന്ന്, അതായത് വെറും 6 റൺസ് എടുക്കുന്നതിനിടയിലാണ് ഇന്ത്യക്ക് അവസാന വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു 300 എന്നൊരു ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിച്ചിൽ സേഫ് ആയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അത് കഴിഞ്ഞില്ല. ഇപ്പോൾ 2ാം ദിനം ഇറങ്ങിയിട്ട് വെറും 34 പന്തുകൾക്കുള്ളിൽ ഇന്ത്യയെ പുറത്താക്കാൻ ഇംഗ്ലണ്ടിനായി. അപ്പോൾ അവരുടെ ബോളിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗസ് എറ്റ്കിൻസൺ ആണ് 5 വിക്കറ്റ് നേട്ടവുമായിട്ട് മുന്നിൽ നിന്നത്. ജോഷ് ടങ് 3 വിക്കറ്റ്, ക്രിസ് വോക്സ് 1 വിക്കറ്റ്. അപ്പോൾ 9 വിക്കറ്റുകളും പേസ് ബോളേഴ്സാണ് നേടി. പിന്നെ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു അനാവശ്യ റണ്ണൌട്ടായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്ന റണ്ണൌട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ശുഭ്മാൻ ഗില്ല് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് വന്നിരുന്നു. ഈ ഒരു സീരീസിൽ 20 റൺസ് ഗില്ല് എപ്പോഴൊക്കെ കടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് എന്നത്. എന്നാൽ ഇത്തവണ 21 റൺസിന് റണ്ണൌട്ട് ആവാനായിരുന്നു ഗില്ലിന്റെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ 224 പുറത്തായി. പിന്നീട് ഇംഗ്ലണ്ട് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ഒരു ഹൈപ്പർ അറ്റാക്കിംഗ് മോഡലാണ് വന്നത്. അത് വളരെ പെട്ടെന്ന് അവർ റൺസ് സ്കോർ ചെയ്ത് പോയപ്പോൾ ഈ മത്സരവുമായിട്ട് അവർ പോവും. അതായത് ഇന്ത്യക്ക് ഇനി ഒരു ചാൻസും ഇല്ല എന്നാണ് നമ്മൾ കരുതിയത്. അതായത് സാക്രൗളി ആയാലും ബെണ്ടക്കായാലും അടിച്ചു തന്നെയാണ് കളിച്ചത്. ഇന്ത്യൻ ബോളേഴ്സിന് ലെങ്തും വേവാർഡായിരുന്നു. അതായത് പ്രോപ്പർ ലൈൻ ആൻഡ് ലെങ്തിൽ ഇന്ത്യക്ക് ബോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവരിങ്ങനെ സ്കാറ്റർ ചെയ്തെറിഞ്ഞതോടെ അനായാസം ഇംഗ്ലണ്ട് ബാറ്റേഴ്സ് റൺസ് കണ്ടെന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിനൊരു മാറ്റം, അതായത് ബെൻഡക്കന്റെ വിക്കറ്റ് ആകാശ്ദീപ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഇന്ത്യൻ ബോളേഴ്സ് ശക്തമായിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് 92-0 എന്ന നിലയിൽ നിന്ന് അവർ 247 ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും പെർഫോമൻസ് ആണ്. രണ്ടുപേരും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. പിന്നീടുള്ള ഒരു വിക്കറ്റ് ആകാശ്ദീപിനാണ്. ആകാശ്ദീപാണ് ഒരു ബ്രേക്ക് ത്രൂ തുടങ്ങി വെച്ചത്. പിന്നീട് ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് ക്രിസ് വോക്സ് ബാറ്റ് ചെയ്യാൻ വന്നില്ല. ആ ഒരു ഇഞ്ചുറി മൂലം ക്രിസ് വോക്സ് ബാറ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 247 ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബ്രേക്ക് ത്രൂ വന്ന ശേഷം തീർച്ചയായിട്ടും ഇന്ത്യൻ ബോളേഴ്സ് നന്നായിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ സിറാജ്, ഇപ്പോൾ സിറാജിന്റെ വർക്ക് ലോഡിനെ പറ്റി നമ്മളധികം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. സിറാജിന് വേണ്ട അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതായത് ബൂംറയുടെ ആബ്സെൻസിൽ ആ ഒരു ലീഡർ ഓഫ് ദ അറ്റാക്ക് എന്ന ആ ഒരു ചുമതല വളരെ ഭംഗിയായിട്ടാണ് സിറാജ് നിർവഹിക്കുന്നത്. പക്ഷെ അപ്പോൾ
നമ്മൾ ആ ഒരു വേണ്ട അപ്രിസിയേഷൻ സിറാജിന് കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സീരീസിൽ 5 ടെസ്റ്റ് മാച്ചും കളിച്ച ഇന്ത്യൻ ബോളറാണ് സിറാജ് എന്ന് പറയുന്നത്. സിറാജിന് അവിടെ അങ്ങനെ റെസ്റ്റ് ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല ബാക്കിയുള്ള ബോളേഴ്സിന്റെ കൂട്ട്. അപ്പോൾ ഇതിന് മുന്നുള്ള ഈ ഒരു WTC സൈക്കിൾ നടന്ന നോക്കിയാലും ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞിട്ടുള്ളത് സിറാജാണ്. അപ്പോൾ സിറാജ് ഒരു അണ്ടർ റേറ്റഡ് പെർഫോമറാണ്. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണയ്ക്കും ഡീസൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് നടത്താനായി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇംഗ്ലണ്ടിന്റെ ആ ഒരു തുടക്കം ഉണ്ടല്ലോ, ആ ഒരു ബാസ്ബോൾ തുടക്കം തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ജയ്സ്വാൾ ബാറ്റ് വീശിയത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു സീരീസിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന രാഹുലിനെ ഇന്ത്യക്ക് നഷ്ടമായി. 7 റൺസ് മാത്രമാണ് എടുത്തത്. അതുപോലെ തന്നെ സായി സുദർശന്റെ വിക്കറ്റ് മത്സരം അവസാനം ആവുമ്പോഴേക്കും ഇന്ത്യക്ക് നഷ്ടമായി 11 റൺസ്. ഒരു സൈഡിൽ 51 റൺസുമായിട്ട് ജയ്സ്വാൾ നിൽക്കുന്നുണ്ട്. ഇവിടെ പറയേണ്ടത് ഇംഗ്ലണ്ടിന്റെ മോശം ഫീൽഡിങ്ങിനെ കുറിച്ചാണ്. അതായത് ക്യാച്ചുകൾ കളയുന്നത് ആ റിസൾട്ടിൽ എത്രത്തോളം ബാധിക്കാമെന്നുള്ള കാര്യം നമ്മൾ ആദ്യ മത്സരത്തിൽ കണ്ടതാണ്. കാരണം ഇന്ത്യ കളഞ്ഞ ക്യാച്ചുകൾ കനത്ത വിലയാണ് കൊടുക്കേണ്ടി വന്നത്. ആ മത്സരം ഇന്ത്യ തോറ്റത് തന്നെ ഇന്ത്യ ഫീൽഡിൽ കാണിച്ച മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. ഇവിടെ ജയ്സ്വാളിന്റെ ക്യാച്ചുകളൊക്കെ ഇംഗ്ലണ്ട് വിട്ടുകളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു മോശം ഫീൽഡിങ് ചിലപ്പോൾ ജയ്സ്വാളിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 100+ സ്ട്രൈക്ക് റേറ്റിൽ പെട്ടെന്ന് ടെസ്റ്റിൽ ബാറ്റ് ചെയ്ത് പോകാൻ കെൽപ്പുള്ള ഒരു പ്ലെയർ ആണ് ജയ്സ്വാൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജയ്സ്വാൾ ഇന്നത്തെ ദിവസം വളരെ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് വളരെ മത്സരത്തിൽ തന്നെ വളരെ ക്രൂഷ്യലായി മാറിയേക്കാം. കാരണം ഒരു ഹൈ സ്കോർ ഒന്നും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യത്തിലല്ല. പിന്നീട് ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ആദ്യ 2 ദിവസം മഴയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 3ാമത്തെ ദിവസത്തെ വെതർ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ബെറ്റർ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് ബാക്കിയുള്ളിടത്തെ കൂട്ടി ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മത്സരം നടന്നപ്പോൾ 5ാം ദിവസവും സമനിലയ്ക്ക് പിരിയുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു ടെസ്റ്റ് മിക്കവാറും 4ാം ദിവസം തന്നെ റിസൾട്ട് കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ആ ഒരു ഡ്രോപ്സ് എന്നൊക്കെ പറയുന്നത് മത്സരത്തിന്റെ ആ ഒരു റിസൾട്ടിൽ തന്നെ ക്രൂഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ 2ാം ദിവസം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് നിലയിലാണ്. 52 റൺസിന്റെ ലീഡാണുള്ളത്. അറ്റ്ലീസ്റ്റ് 250 എന്നൊരു റേഞ്ചിൽ എങ്കിലും ലീഡ് എത്തിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. പിച്ചിൽ എന്തായാലും ആ ഒരു ബൗളേഴ്സിന്റെ ഒരു ഹെൽപ്പ് കാണും. പിന്നീട് വേറൊരു ഇന്ത്യക്ക് ഒരു ആശ്വാസം നൽകുന്ന ഫാക്ട് എന്ന് പറയുന്നത് ഇവിടെ ഓവലിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്കോർ സാധാരണയായിട്ട് വരുന്നത് 3rd ഇന്നിംഗ്സിലാണ്. അതായത് ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യാനാവുന്നത് 3rd ഇന്നിംഗ്സിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3rd ഇന്നിംഗ്സിൽ വളരെ മികച്ചൊരു സ്കോർ ഉയർത്തിയിട്ട് ഇംഗ്ലണ്ടിനെ ഔട്ട് ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഇറങ്ങുക. ഇപ്പോൾ ജയ്സ്വാളിനെ പോലെ തന്നെ ഇപ്പോൾ ആകാശ്ദീപ് നൈറ്റ് വാച്ച്മാനായിട്ട് വന്ന ആകാശ്ദീപാണ് ക്രീസിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഗില്ല് വരാനുണ്ട്, നല്ല ഫോമിൽ കളിക്കുന്ന ജഡേജ വരാനുണ്ട്, വാഷിംഗ്ടൺ സുന്ദർ വരാനുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 2 ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.